ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ദോശയാണ്. അമൃതം പൊടി വെച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന പൊടിയാണ്. നല്ല ഹെൽത്തിയാണ്, നല്ല ഗുണങ്ങളേറെയുള്ളതാണ്. ഇത് വെച്ച് ഞാൻ തയ്യാറാക്കുന്ന ദോശയാണ്. ഇന്നലെ തയ്യാറാക്കിയത് വട്ടയപ്പമായിരുന്നു. ഇത് വെച്ച് ഒരുപാട് പലഹാരങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ഇന്ന് അതിനു വേണ്ടി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ദോശ ചുടാം. ഇതിന് വലിയ ചേരുവകളൊന്നുമില്ല, കുറച്ച് ചേരുവകൾ വെച്ച് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഒരു 3/4 കിണ്ണി അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ടിടാം. ഇനി വേണ്ടത് ഉപ്പ്. ഇനി വേണ്ടത് കുറച്ച് പാലില്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി. ഞാൻ കുറച്ച് പാലെടുത്തൊഴിച്ച്. ഇനി കുറച്ച് ഏലക്ക, ഇച്ചിരി സോഡ, ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇടാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമുക്കിതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മധുരവും കൂടി ഇടാം. എല്ലാവരും മുട്ടയൊക്കെ ചേർക്കും. ഞാൻ ഇതിനകത്ത് മുട്ട ഇല്ലാത്തതുകൊണ്ട് മുട്ട ചേർക്കുന്നില്ല. പിന്നെ വെജിറ്റബിളൊക്കെ വേണമെങ്കിൽ അതും വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പം കുറച്ചൊരു ഇതിട്ടാൽ ശരിയാക്കണം. പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാവുന്നുണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് എണ്ണയൊന്നും തേക്കണ്ട. ഒരു അടപ്പ് പാത്രം വെച്ച് അടച്ചു കൊടുക്കും. ദോശയൊക്കെ വെന്തിട്ടുണ്ട്, നമുക്കൊന്ന് ഇറക്കിയെടുക്കാം. കൊച്ചായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. വലുതായിട്ട് ചുടാൻ നമുക്ക് കുഞ്ഞായിട്ട് വേണമെങ്കിൽ ചുടാം. ഞാനിപ്പോൾ ഇത് കുഞ്ഞായിട്ടാണ് ചുടുന്നത്. കുമ്പളയൊക്കെ വരുന്നുണ്ട്. ഒന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് ഇളക്കിയിടാം. ഇത് അധികം വെള്ളം ചേർക്കല്ലേ, കുറച്ച് വെള്ളം ചേർക്കാവൂ ചുടുമ്പോൾ. അമൃതം പൊടിക്ക് ഓൾറെഡി മധുരമുണ്ട്, നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. അമൃതം പൊടി കൊണ്ടുള്ള നമ്മൾ ദോശയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കുറച്ച് ചേരുവകൾ വെച്ച് മാത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് ഞാൻ ചെറിയതും ഇച്ചിരി വലിയ എടുത്തോട്ട് ചുട്ടെടുത്തിരിക്കുന്നത്. എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്.
അമൃതം പൊടി കൊണ്ടുള്ള ദോശയൊക്കെ, ഗോതമ്പ് മടി കൊണ്ട് നമ്മൾ ദോശ ഇടും, അമൃതം പൊടി കൊണ്ട് ദോശ ഇടും, എല്ലാം കൊണ്ട് ഇപ്പോൾ ദോശ ഇടത്തില്ലേ. അതേപോലെ ഇത് നല്ല ഹെൽത്തിയാണ്, ഇത് നല്ലൊരു ടേസ്റ്റാണ്. കഴിച്ചു നോക്കുക, എല്ലാവരും വീട്ടിലൊക്കെ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലായിടത്തും മഴയൊക്കെ ഇല്ലേ, എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക, എല്ലാവരും വെളിയിലൊന്നും അധികം ഇറങ്ങാതിരിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കുക. നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള ദോശ നല്ല ഇതാണ്, കഴിക്കാനൊക്കെ. കറി ചമ്മന്തി നല്ലതായിരിക്കും, കിഴങ്ങ് കറി നല്ലതായിരിക്കും. നമുക്ക് കറികളില്ലാതെ വേണമെങ്കിലും ഇത് കഴിക്കാം. പിന്നെ നമുക്ക് ചമ്മന്തിയെ ഏറ്റവും നല്ലത്, ചമ്മന്തിയോ കിഴങ്ങ് കറിയോ കടലക്കറിയോ ഏത് കറികളായാലും നല്ലതാണ്. അമൃതം പൊടി കൊണ്ടുള്ള ദോശ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക. നാളെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കെ, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. ഒന്നുകൂടെ പറയുക, എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കണം. നല്ല ആണ്. കുട്ടികളുള്ളവർക്ക് അമൃതം പൊടി കിട്ടും അംഗൻവാടിയിൽ നിന്നൊക്കെ. അന്നേരം അതൊന്നും കളയാതൊക്കെ ഇങ്ങനെ ഓരോരോ വിഭവങ്ങൾ